എല്ലാവർക്കും ആ ഉത്സവത്തിൽ പങ്കെടുക്കാനും ഭഗവാനെ ദർശിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. സാധിച്ച ഒരുപാട് ഭക്തന്മാരുണ്ട്, സാധിക്കാത്ത ഒരുപാട് ഭക്തന്മാരുണ്ട്. ആ രണ്ടാമത്തെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് സാധിച്ചിട്ടില്ല ഗുരുവായൂർ വന്ന് ആ സമയത്ത് തൊഴാനായിട്ട്. എന്നാലും കൂടി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഭഗവാൻ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് നേരിട്ട് അഥവാ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഭഗവാൻ പുറത്തേക്ക് നഗരപ്രദക്ഷിണത്തിന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉത്സവകാലത്ത് അല്ലാണ്ട് തന്നെ സ്ഥിരമായിട്ട് ഭഗവാൻ ആ ശ്രീ ഭൂതബലിയുടെ ആ സമയത്ത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളണ സമയത്ത് ആചാര്യന്മാർ പറയും, എല്ലാവർക്കും അകത്ത് വന്ന് ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് കാരണം ഭഗവാൻ തന്നെ പുറത്ത് വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ക്ഷേമമല്ലേ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അത്രയും ഭഗവാൻ പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രാരാബ്ധം കൊണ്ട്, ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മുടെ ഹൃദയം ശുദ്ധമാണ്, ഭഗവാനെ കാണാൻ ആഗ്രഹമുണ്ട്, ആ ഭക്തി നല്ലോണം ഹൃദയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ ഭഗവാൻ കാത്തു നിൽക്കണില്ല. നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അതാണ് അത്രയും ശരിക്കും ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളണതിൻ്റെ സങ്കല്പം. അപ്പോൾ അവിടെ അതേ നഗരപ്രദക്ഷിണത്തിൽ ഭഗവാനെ കാണണമെങ്കിലും ഗുരുവായൂർ എത്തിച്ചേരണ്ടേന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗുരുവായൂർ എത്താൻ സാധിക്കുകയാണെന്ന് വെച്ചാൽ ഗുരുവായൂർ എത്തുക, ഭഗവാനെ ദർശിക്കുക. ഇനി സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഭഗവാനെ നമ്മൾ സ്മരിച്ചാൽ മതിയില്ലേ. കൃഷ്ണൻ്റെ സ്വഭാവം അതാണ്. പണ്ട് ദ്രൗപദി ചിന്തിച്ചപ്പോഴേക്കും ദ്വാരകയിൽ നിന്ന് ഓടി വന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക, ഭഗവാനായും എല്ലാം സമർപ്പിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് എഴുന്നള്ളും. ആ ഭഗവാനെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നർത്ഥം. എന്തായാലും എല്ലാവർക്കും ആ ഭഗവാന്റെ കാരുണ്യം നല്ലോണം ഉണ്ടായി എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഭഗവാന്റെ ആ അനുഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അത് കാരണം തന്നെ എല്ലാ കർമ്മങ്ങളും നന്മയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ വാക്കുകളെ സമർപ്പിക്കുകയാണ്. അടുത്ത ഉത്സവകാലത്തും ഇതേപോലെ തന്നെ ഭഗവാനായും കൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് എല്ലാ രീതിയിലും ആഘോഷങ്ങളൊക്കെ നടത്താം. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് ആ ഭഗവാന്റെ പാദത്തിലുള്ള ഭക്തി എന്നുള്ള കാര്യം അത് നമ്മൾ മറക്കാതെ എല്ലാവർക്കും ആ ഭഗവാന്റെ പാദത്തിൽ അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ട് ഹരേ കൃഷ്ണ.